ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പ്രതിസന്ധി. എന്തുകൊണ്ടെന്നാൽ അശാസ്ത്രീയവും യാതൊരുവിധ പഠനവും നടത്താത്ത നിയമവിരുദ്ധമായ ഒരു സർക്കുലർ 4/2024 എന്ന രീതിയിൽ പലരും പറയുന്നു, പുരോഗതിയുടെ ഭാഗമല്ലേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്, നല്ലതല്ലേ, നല്ല നിലയിൽ പുരോഗതി കൊണ്ടുവരുന്നതിന് നിങ്ങൾ എതിരാണോ? ഞങ്ങൾ എതിരല്ല. പക്ഷേ കേന്ദ്ര നിയമത്തിന് വിരുദ്ധവും യാതൊരു പഠനവും നടത്താത്ത ഒരു പരിഷ്കാരം നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തി. കേന്ദ്ര നിയമത്തിലെ ഇന്ന വകുപ്പ് പ്രകാരം ഇത് തെറ്റാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നു, ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ഉള്ള വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടില്ല. ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാത്ത വാഹനം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിച്ചാലുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും വാഹനം ഓടിക്കുന്നവരും ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളവരുമാണ്. സംസ്ഥാനത്തെ നിലവിലുള്ള ഏറ്റവും പ്രതിസന്ധിയിലുള്ള ഒരു കാര്യം, ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ 10 ലക്ഷത്തിലധികം അപേക്ഷകർ 135 കോടി രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് അടച്ച് 3-4 മാസം ടെസ്റ്റ് നടത്താൻ സ്ലോട്ട് കിട്ടാതെ, ടെസ്റ്റ് നടത്താൻ അനുവാദം കിട്ടാതെ കാത്തിരിക്കുമ്പോഴാണ് ഇടുക്കി പോലെ പുതിയൊരു പ്രതിസന്ധിയായി ഈ പറഞ്ഞ 4/2024 എന്ന സർക്കുലർ വന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നു, എന്തായാലും ഇത് നടപ്പിലാക്കിയേ തീരൂ. എന്നാൽ യാതൊരു പഠനവും നടത്താൻ അദ്ദേഹം തയ്യാറല്ല. ഇന്നലെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്, മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ആദ്യപടിയായിട്ടുള്ള സമരമാണ്. നാളെ മുതൽ ഞങ്ങൾ 2ാം പടിയായിട്ടുള്ള സമരം ആരംഭിക്കുകയാണ്. ഈ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകർ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ചിലർക്ക് എല്ലിൻ കഷ്ണം ഇട്ടുകൊടുത്തതുപോലെ ചില ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ആദ്യം ഒരു സർക്കുലർ ഇറക്കുകയും രണ്ടാമത് അത് സ്ഥായിയായി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് ഓർഡർ കൂടെ ഇറക്കി ഇടുക്കി പോലെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. മറ്റൊരു വിഷയമുള്ളത്, ഇത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് കേരളത്തിൽ ഒരു ടെസ്റ്റ് ഗ്രൗണ്ട് പോലും ഇതിന് അനുയോജ്യമായി ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും അത് പരിശോധിച്ചു നോക്കി, അവർ ഓടിച്ചു നോക്കി, ഒരു കുഴപ്പവുമില്ല. പക്ഷേ അദ്ദേഹം എവിടെ ഓടിച്ചു നോക്കി എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. എന്തായാലും നേതാക്കന്മാർ കൂടുതൽ വിഷയങ്ങൾ സംസാരിക്കാനിരിക്കുന്നത് കൊണ്ട് ഈ വിഷയത്തിലേക്ക് എല്ലാ പേരെയും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ബഹുമാനപ്പെട്ട MLA, ഫ്ലാഗ് ഓഫ് ചെയ്ത നമ്മുടെ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മാങ്കോട് രാധാകൃഷ്ണൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ, ഞങ്ങളുടെ ശക്തരായിട്ടുള്ള മുന്നണി പോരാളികളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സമരമാർഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഇത് കൂടാതെ ബഹുമാനപ്പെട്ട ഈ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരെയും ഈ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ അധ്യക്ഷനായിട്ട് AKMDS സംസ്ഥാന ജനറൽ സെക്രട്ടറി MS പ്രസാദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.